പ്രൊഫസർ റോണി കെ ബേബി, ഇനി കോൺഗ്രസിന്റെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഓൾറെഡി ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിയുടേതായി വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഡൊണേഷൻ ബിസിനസ് ഉടൻ പുറത്തുവരും, ഇലക്ഷൻ ബോണ്ട് വൻ അഴിമതി എന്നാണ് ഇത് സംബന്ധിച്ച് ഒരു രണ്ടുവരി പ്രസ്താവന രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇങ്ങനെ ഇത് പറയാൻ എന്താണ് ധാർമ്മികത എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ പ്രസക്തമാണ്. കാരണം BJPയുടെ അത്രയും സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പെർസെൻറ്റേജ് വൈസ് നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ മെച്ചം ലഭിച്ചിട്ടുണ്ട്. 952 കോടി രൂപയൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി. നിങ്ങൾ വളരെ കുറച്ച് MP-മാർ ഉള്ള ഒരു പാർട്ടിയായിട്ട് കൂടി. അപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്താണ് അവകാശം എന്നതുകൂടി ഉയരുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇലക്ട്രൽ ബോണ്ട് വിഷയം വരികയാണ്. BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ ചൂട് പിടിച്ച് ഇന്ന് വലിയ രാഷ്ട്രീയ ചലനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി. നീലിമ, ഇന്ന് സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകിയ അന്ത്യശാസനത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷം BJP വളരെ തന്ത്രപരമായി നടത്തുന്ന ഒരു പ്രചരണമുണ്ട്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. ഇതിനകത്ത് BJP കക്ഷിയേ അല്ല. ഇപ്പം പ്രശ്നം മുഴുവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലയിലാണ്. BJP വളരെ സമർത്ഥമായി അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടിരിക്കുക. അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഇതിനകത്ത് ഒരു കക്ഷിയേ അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതി എന്നുള്ള വിഷയം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് BJP-യാ, ഒരു സംശയം വേണ്ട. അത്രമാത്രം രണ്ടും കൂടെ കൂടിച്ചേർന്നിരിക്കുക. കാരണം നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് പോയ ആ വിമാനത്തിൽ മോദിയോടൊപ്പം ഉണ്ടായിരുന്ന ഗൗതം അദാനി, കൂടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, ആ വിമാനത്തിൽ വെച്ചുകൊണ്ടാണ് കരാർ ഒപ്പുവെക്കുന്നത്. എന്താ കരാർ എന്നറിയാവോ? ഗൗതം അദാനി എപ്പം പണം ചോദിച്ചാലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്തോണം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഓസ്ട്രേലിയയിൽ ഏറ്റവും വലിയ ഒരു കൽക്കരി പാടം ഗൗതം അദാനിക്ക് എടുക്കുവാൻ വേണ്ടി യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ലക്ഷക്കണക്കിന് കോടി ഡോളർ എന്ന് പറഞ്ഞ നോട്ട് രൂപ, ഡോളറാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്തത്. രണ്ടാമത് നവി മുംബൈയിലെ ഒരു പുതിയ എയർപോർട്ട്, അതിലൊരു 15,000 കോടിയോളം രൂപയുടെ ഷെയർ അദാനിയുടെ അത് വിറ്റുപോയില്ല. അപ്പൊ നഷ്ടത്തിലാകുമാകുന്ന ഈ ഷെയറുകൾ ആരാ വാങ്ങുന്ന അറിയാമോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും LIC-യും നൗ ടുഡേ ഈസ് ഈക്വൽ ടു BJP. ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ വളരെ സമർത്ഥമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ചുകൊണ്ട് BJP രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം ഇന്ന് സുപ്രീം കോടതി നടത്തിയ ഈ വിധിയുടെ സുപ്രീം കോടതി ഇന്ന് നടത്തിയ അന്ത്യശാസനത്തിന്റെ അടിസ്ഥാനം എന്താ? 2017 മോദി ഭരണകൂടം കൊണ്ടുവന്ന സാമ്പത്തിക നിയമ ഭേദഗതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വന്നത് നമുക്കറിയാം. അതിനു മുമ്പ് ഈ രാജ്യത്ത് വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനായിട്ടുള്ള നിയമങ്ങളുണ്ടായിരുന്നു. 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉൾപ്പെടെ, അതിനുശേഷം വന്ന RBI ആക്ട് ഉൾപ്പെടെ, 2013 കമ്പനീസ് ആക്ട് ഉൾപ്പെടെ വളരെ കൃത്യമായ നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ, എത്ര സുതാര്യമായിരുന്നു. അതായത് ഒരു കമ്പനി അവയുടെ ആവറേജ് 3 വർഷത്തെ ശരാശരി ലാഭത്തിന്റെ 7.5% കൂടുതൽ ഡൊണേഷൻ കൊടുക്കാൻ പാടില്ല, ഉണ്ടായിരുന്ന നിയമം നമ്മുടെ രാജ്യത്ത്. അതുകൂടാതെ ഓരോ കമ്പനികളും കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൃത്യമായി തന്നെ ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമായിരുന്നു. അതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളാണ്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മോദി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആര് പണം കൊടുക്കുന്നോ അതിന്റെ സോഴ്സ് പറയണ്ട, പണത്തിന്റെ സോഴ്സ് പറയണ്ട. ഈ ബോണ്ടുകളിലേക്ക് എത്ര രൂപ നിക്ഷേപിച്ചാലും അതെല്ലാം എന്തായി? വൈറ്റ് മണിയായി മാറി, കള്ളപ്പണമായി മാറി. അതെല്ലാം അതിന് നികുതിപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ആരാണ് പണം കൊടുത്തതെന്ന് പുറത്തു പറയേണ്ടതില്ല, എത്ര രൂപ കൊടുത്തതെന്ന് പുറത്തു പറയേണ്ടതില്ല, ഈ കമ്പനികളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ എന്താ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മോദി സർക്കാർ 2014 അധികാരത്തിൽ നിന്ന് എന്താ വലിയ വാഗ്ദാനം നൽകി. കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കും, ഈ രാജ്യത്ത് മുഴുവൻ കള്ളപ്പണമാണ്, ഈ രാജ്യത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയേക്കുക, അത് മുഴുവൻ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷക്കണക്കിന് രൂപ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മോദി സർക്കാർ ഇപ്പൊ എന്താ കാണിച്ചു? വളരെ കൃത്യമായി തന്നെ എന്താ സുപ്രീം കോടതി ഇത് മോദി സർക്കാരിന് കൊടുത്ത കനത്ത തിരിച്ചടി തന്നെയാണ്. ഇന്നും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നതിന്റെ അവസാന പ്രതീക്ഷ നമ്മൾ ചണ്ഡീഗഡിൽ കണ്ടു. ചണ്ഡീഗഡിലെ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി കണ്ടു. ഇപ്പോൾ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട നീലിമ ചോദിച്ചു, കോൺഗ്രസിന് ഇതിന്റെ അകത്ത് പങ്കില്ലേ? നീലിമയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഈ കേസിൽ 2018 സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് ആരൊക്കെയാ? ആദ്യം ഈ പറയുന്ന റിഫോംസ് ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടന കേസ് കൊടുത്തു. അത് കക്ഷിയായിരുന്നവരാ? CPM കക്ഷിയായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കക്ഷിയായിരുന്നു.
ആ കേസിലെ കക്ഷികൾ എന്ന് പറയുന്നത് കോൺഗ്രസുമുണ്ട്, CPM ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ഇതിന്റെ ഈ അഴിമതി പണത്തിന്റെ, കള്ളപ്പണത്തിന്റെ ഓഹരി കിട്ടുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കക്ഷി ചേർന്ന് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്.